ഹലോ ഗായ്സ്, ഗുട്ടൻ ടാഗ് കേട്ടിട്ട് കുറച്ചായില്ലേ. എന്തായാലും വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ നമ്മൾ കുറേ ജങ്ക് ഫുഡൊക്കെ കഴിച്ച് അൺഹെൽത്തി ആയിട്ട് വന്നതുകൊണ്ട് ഇന്ന് നമ്മൾ രാവിലെ തന്നെ വാക്കിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അച്ഛൻ രാവിലെ തന്നെ ചെടികളൊക്കെ നനച്ചിടുന്ന ആ ഒരു പരിപാടിയിലാണ്. നമ്മുടെ കാറൊക്കെ ജസ്റ്റ് അച്ഛൻ ഒന്ന് നനച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് പോകാനുണ്ട് നമുക്ക്. ഞാൻ ജസ്റ്റ് വാക്കിന് വേണ്ടി ഇറങ്ങി വീടിൻ്റെ ചുറ്റും നടക്കാൻ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, കുറച്ച് വൈറ്റമിൻ ഡിയും കൂടി ആവാമെന്ന് വിചാരിച്ചു. അവളുടെ സ്ഥലമാണല്ലോ, അപ്പം അവളെയും ഗൈഡൻസിന് കൂട്ടി നമ്മൾ രണ്ടുപേരും കൂടെ നടക്കാൻ വേണ്ടിയായിരിക്കും. സാധാരണ അവളാ മുന്നിൽ എടുക്കുന്നത്, അവൾക്കറിയുന്ന സ്ഥലമായിരുന്നു. പക്ഷെ ഞാനാ മുന്നിൽ നടന്നത്. പിന്നെ ഇത് അവളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചന്ദ്രേട്ടൻ്റെ കടയ്ക്കാണ്. നമ്മുടെ ഫേമസ് ആയ ചന്ദ്രേട്ടൻ്റെ ആ കടയില്ല, ഇത് ഇവളുടെ നാട്ടിലുള്ള സ്വന്തം ആളുടെ. പിന്നെ ഈ തെങ്ങ് മുറിക്കാൻ ആൾ വരും എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാറൊക്കെ പുറത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട്. അപ്പം അപ്പുറത്തെ വീട്ടിൽ വേറെ ഏതോ മരം മുറിക്കുന്നുണ്ടായി. ഇത് സ്പീഡ് ക്യാമറയാണ്, സൈഡിൽ തന്നെ ഉണ്ട്. ആരും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. എത്ര ഫൈൻ അടിച്ചോ എന്തോ. ഇത് പിന്നെ നമ്മുടെ കല്യാണം നടന്നിട്ടുണ്ടായിരുന്ന ഓഡിറ്റോറിയമാണ്. അത് അവളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പോകുന്ന വയ്ക്കാൻ കണ്ടു. പിന്നെ തിരിച്ചു വരുന്നേക്ക് നമുക്ക് കുറച്ചുകൂടെ വൈറ്റമിൻ ഡി കിട്ടി. അപ്പം നമ്മൾ അതും കൊണ്ടിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയോടെ ഭാഗ്യം നേരെ ഓടി. ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല എന്ന് മനസ്സിലായി. കാരണം ഇവിടെ കുറച്ച് പണി വരാൻ ചാൻസ് ഉണ്ട്. പണി കണ്ട അപ്പം തന്നെ ഓടിക്കളയണം, അതാണ് നമ്മുടെ പോളിസി. അങ്ങനെ നേരെ അകത്ത് ചെന്നപ്പോൾ അവിടെയും പണി. അവിടെ ചപ്പാത്തി അമ്മ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ചെറിയ ചെറിയ പണികളെ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ഛനാണെങ്കിൽ കടയിൽ പോയി ഒന്ന് രണ്ട് പച്ചക്കറികളും പിന്നെ ഒത്തൻറ്റിക്കായിട്ട് നമുക്ക് പപ്പായൊക്കെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മേടിച്ച് അച്ഛൻ ഇങ്ങോട്ട് പോന്നു. പിന്നെ ഞാൻ ഭരത്തിനെ കുറേ വിളിച്ചു. കുറേ നേരം വിളിച്ച് മടുത്ത്. അവൻ ഉറങ്ങി തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ തന്നെ പുറത്ത്. Hi Sagar, what is sudden surprise? Yes. പിന്നെ നമ്മൾ മൂന്ന് കാറും പുറത്തേക്ക് എടുത്തിട്ട് അവിടെ തെങ്ങ് മുറിക്കുന്ന പറഞ്ഞതുകൊണ്ട് ആൾ വരും പറഞ്ഞിട്ട് നമ്മൾ റോഡ് സൈഡിലും പിന്നെ തൊട്ടപ്പുറത്തെ മില്ലിൻ്റെ അവിടേക്കായിട്ട് നിർത്തി. പിന്നെ എനിക്ക് കിട്ടിയ ടാസ്ക് വെച്ചാൽ എനിക്കും ഭരത്തിലൂടെ കിട്ടിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ നൈസായിട്ട് വലിഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഈ ചെടികളൊക്കെ ജസ്റ്റ് പോർച്ചിൻ്റെ അങ്ങോട്ട് മാറ്റി വെച്ചു. കാരണം ഈ തെങ്ങ് മുറിക്കുന്ന സമയത്ത് അതിൻ്റെ മേലേക്ക് വീണ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛനും അവളും കൂടെ ഡിബേറ്റ് തുടങ്ങി. ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടാൽ പിന്നെ അങ്ങനെ തന്നെ എല്ലാ വീട്ടിലുള്ളതാണ്. നല്ല സൗഹൃദപരമായിട്ടുള്ള സംഭാഷണമായിരിക്കും. പിന്നെ അവൾ എഗ്ഗ് പൊഴിയേണ്ട തോല് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായിട്ടുണ്ടായിരുന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ചെറുപയറുകറിയും കോഴിമുട്ടയും പിന്നെ ഹെൽത്തി ആയിട്ട് കട്ട് ഫ്രൂട്ടായിട്ട് ഗോവ ഉണ്ടായിരുന്നു. പിന്നെ പഴവും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പാല്. അങ്ങനെ എല്ലാം നമ്മൾ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് അവിടെ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കാറ് ഒന്ന് നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വാക്യൂം ക്ലീനർ ഉള്ളതുകൊണ്ട് ഉള്ളിലുള്ള പൊടിയൊക്കെ മാറ്റി. പിന്നെ ഭാഗ്യം ആദ്യമായിട്ട് അധ്വാനിക്കുന്നതാണ് കാറ് കഴുകാനായിട്ട്. ഭരത്തിൻ്റെ അഭാവത്തിൽ ഭാഗ്യമായിരുന്നു സഹായിച്ചത്. അങ്ങനെ തലയിൽ കരിയിലുള്ളൂ. പിന്നെ അതിനെ കുറച്ച് ടോളി. പിന്നെ കാറ് കുറേ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് വാഷൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ കിച്ചണിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ഞണ്ടൊക്കെ ആയിരുന്നു കഴിക്കാനായിട്ട്.